മജ്മുനികായ 145 പുണ്ണോവാദ സുത്ത്. പുണ്ണൻ എന്ന് പറയുന്ന ഒരു ഭിക്ഷു ഭഗവാന്റെ അടുത്ത് വന്ന് സംക്ഷിപ്തമായിട്ടുള്ള ഉപദേശം യാചിക്കുന്നു. ഭഗവാൻ അത് കൊടുക്കുന്നു. വളരെ പ്രേരണാദായകമായിട്ടുള്ള ഒരു സൂത്രമാണ് ഇത്. ഞാൻ ഇങ്ങനെ കേട്ടു, ഒരിക്കൽ ഭഗവാൻ ശ്രാവസ്തിയിൽ ജേതവനത്തിൽ അനാഥപിണ്ഡകൻ്റെ ആശ്രമത്തിൽ വിഹരിക്കുകയായിരുന്നു. അപ്പോൾ സായാഹ്ന സമയത്ത് ആയുഷ്മാൻ പുണ്ണൻ തൻ്റെ ധ്യാനത്തിൽ നിന്ന് പുറത്തു വന്നു. എന്നിട്ട് ഭഗവാന്റെ അടുത്ത് പോയി അദ്ദേഹത്തെ വന്ദിച്ചു, ഒരു ഭാഗത്തിരുന്നു. എന്നിട്ട് ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു, ബന്ദേ, അങ്ങ് സംക്ഷിപ്തമായിട്ട് എനിക്ക് ഉപദേശം തരാൻ കനിവുണ്ടാകണം. ഞാൻ അതിനെ കേട്ടതിന് ശേഷം ഏകാന്തമായിട്ട് താമസിച്ചുകൊണ്ട്, നിർജ്ജന സ്ഥലത്ത് താമസിച്ചുകൊണ്ട് അപ്രമാദത്തോടുകൂടി, ഉത്സാഹത്തോടുകൂടി, ദൃഢനിശ്ചയത്തോടുകൂടി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എങ്കിൽ ശരി പുണ്ണ, വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക, ഞാൻ പറയാം. ശരി ബന്ദേ എന്ന് പറഞ്ഞ് ആയുഷ്മാൻ പുണ്ണൻ ഭഗവാനോട് പ്രത്യുത്തരം കൊടുത്തു. ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു, സന്ധിഖോ പുണ്ണ ചക്കുവിന്യേയ രൂപ ഇട്ട കന്ദ മനാപ പിയരൂപ കാമോപസംഹിത രജനീയ. പുണ്ണ, ചക്കുവിനാൽ അല്ലെങ്കിൽ കണ്ണിനാൽ കാണപ്പെടുന്ന രൂപം അത് ഇഷ്ടമുള്ളതാണ്, നമ്മൾ ആഗ്രഹിക്കുന്നതാണ്, അനുകൂലമാണ്, സുഖകരമാണ്, കാമത്തെ ഉണ്ടാക്കുന്നതാണ്, ഉത്തേജനത്തെ ഉണ്ടാക്കുന്നതാണ്. തഞ്ചേ ഭിക്കു അഭിനന്ദതി അഭിവദതി അജ്ജോസായ തിഷ്ഠതി. ഒരു ഭിക്ഷു അഥവാ അതിനെ അഭിനന്ദിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്, അതിൽ ആസക്തനാകുകയാണ് എങ്കിൽ തസ്സതം അഭിനന്ദതോ അഭിവദതോ അജ്ജോസായ തിഷ്ഠതോ ഉപജ്ജതി നന്ദി. ആ ഭിക്ഷുവിൻ്റെ ആ അഭിനന്ദനത്തിനാൽ, സ്വാഗതത്തിനാൽ, അതിനോടുള്ള ആസക്തിയാൽ നന്ദി ഉൽപ്പന്നമാകുന്നു, അതായത് ആസ്വാദനം ഉൽപ്പാദനമാകുന്നു. നന്ദി സമുദയ ദുഃഖ സമുദയോ പുണ്ണാതി വദാമി. പുണ്ണ, ആസ്വാദനം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദുഃഖം ഉണ്ടാകുന്നു, അതാണ് ഞാൻ പറയുന്നത്. ഇതൊരിക്കൽ കൂടി നമുക്ക് നോക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു സൂത്രമാണ്, അതിനാൽ വളരെ ശ്രദ്ധയോടുകൂടി നമുക്ക് നോക്കാം. കണ്ണിനാൽ കാണപ്പെടുന്ന രൂപം അത് നമുക്ക് ഇഷ്ടമുള്ളതാണ്, അനുകൂലമാണ്, പ്രിയപ്പെട്ടതാണ്, കാമത്തെ ഉണ്ടാക്കുന്നതാണ്, അതേപോലെ തന്നെ ഉത്തേജനം തരുന്നതാണ്. ഇവിടെ പ്രിയപ്പെട്ട കാഴ്ചകളെയാണ് പറയുന്നത്, നമ്മൾക്ക് അനുകൂലമായിട്ടുള്ള കാഴ്ചകൾ, സുഖം തരുന്ന കാഴ്ചകൾ. അഥവാ ഒരു ഭിക്ഷു അതിനെ അഭിനന്ദിക്കുകയാണ്, വളരെ നല്ല കാര്യം എന്ന് പറഞ്ഞ് അഭിനന്ദിക്കുകയാണ്, അതിനെ സ്വാഗതം ചെയ്യുകയാണ്, വീണ്ടും ഇത്തരം കാഴ്ചകൾ വേണം എന്ന് പറയുകയാണ്, അതുകൂടാതെ അതിൽ ആസക്തനാകുകയാണ് എങ്കിൽ ആ ഭിക്ഷുവിൽ ആ രൂപത്തിൻ്റെ ആസ്വാദനം നടക്കുന്നു, അതിനെ ആ ഭിക്ഷു ആസ്വദിക്കാൻ തുടങ്ങുന്നു. ഇവിടെയാണ് എല്ലാ പ്രശ്നങ്ങളും തുടങ്ങുന്നത്. നന്ദി സമുദയ ദുഃഖ സമുദയോ, അങ്ങനെ ആസ്വദിക്കാൻ തുടങ്ങുന്ന സമയത്താണ് ആ വ്യക്തിക്ക് ദുഃഖമുണ്ടാകുന്നത്. അതാണ് ഞാൻ പറയുന്നത്. ഈ കാര്യം തന്നെയാണ് ബാക്കി ഉള്ള 5 ഇന്ദ്രിയങ്ങളിലും വരുന്നത്. ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. പുണ്ണ, ഇതേപോലെ തന്നെയാണ് കാതിനാൽ കേൾക്കപ്പെടുന്ന ശബ്ദം, മൂക്കിനാൽ അറിയപ്പെടുന്ന ഗന്ധം, നാവിനാൽ അറിയപ്പെടുന്ന രസം, ശരീരത്താൽ അറിയപ്പെടുന്ന സ്പർശം, മനസ്സിനാൽ അറിയപ്പെടുന്ന ധർമ്മം. അതെല്ലാം ഇഷ്ടമുള്ളതാണ്, മനസ്സിനിണങ്ങിയതാണ്, അനുകൂലമാണ്, കാമം ഉൽപ്പന്നമാക്കുന്നതാണ്, ഉത്തേജനം നൽകുന്നതാണ്. അതിനാൽ ഒരു ഭിക്ഷു ഈ 5 ഇന്ദ്രിയങ്ങളുടെയും വിഷയങ്ങളെ അഭിനന്ദിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്, ആസക്തനാകുകയാണ് എങ്കിൽ ആ അഭിനന്ദനം മൂലം, ആ സ്വാഗതം മൂലം, ആസക്തി മൂലം അതിൻ്റെ ആസ്വാദനം നടക്കുന്നു, നന്ദി നടക്കുന്നു. നന്ദി സമുദയ ദുഃഖ സമുദയോ, അങ്ങനെ ആസ്വാദനം നടക്കുന്ന സമയത്താണ് ദുഃഖമുണ്ടാകുന്നത്. ഇനി എങ്ങനെ ഇതിനെ ഇല്ലാതാക്കാം എന്നാണ് പറയുന്നത്. പുണ്ണ ചക്കുവിണ്ണേയ രൂപ ഇട്ട കന്ദ മനാപ പീരൂപ കാമോപസംഹിത രജനീയ. വീണ്ടും നമ്മൾ കണ്ണിനാൽ ഒരു രൂപം കാണപ്പെടുന്നു. ആ രൂപം ഇഷ്ടമുള്ളതാണ്, ആഗ്രഹിക്കുന്നതാണ്, അനുകൂലമാണ്, സുഖം തരുന്നതാണ്, കാമത്തെ ഉണ്ടാക്കുന്നതാണ്, ഉത്തേജനത്തെ ഉണ്ടാക്കുന്നതാണ്. വീണ്ടും നമ്മൾ അതേ രൂപത്തെ തന്നെയാണ് കാണുന്നത്, ഇഷ്ടമുള്ള രൂപത്തെ തന്നെയാണ് കാണുന്നത്. എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്നത് തഞ്ചേ ഭിക്കു നാഭിനന്ദതി നാഭിവദതി നജ്ജോസായ തിഷ്ഠതി. ഇപ്പോൾ ആ ഭിക്ഷു അതിനെ അഭിനന്ദിക്കുന്നില്ല, സ്വാഗതം ചെയ്യുന്നില്ല, അതിൽ ആസക്തനാകുന്നില്ല. തസ്സതം അനഭിനന്ദിതോ അനഭിവദതോ അനജ്ജോസായ തിഷ്ഠതോ നന്ദി നിരുജ്ജതി. അങ്ങനെ ആ ഭിക്ഷു അതിനെ അഭിനന്ദിക്കുന്നില്ല, സ്വാഗതം ചെയ്യുന്നില്ല, അതിൽ ആസക്തനാകുന്നില്ല എങ്കിൽ
അതിലുള്ള ആസ്വാദനം നിൽക്കുന്നു. നന്ദി നിരുജ്ജതി. നന്ദി നിരോധ ദുഃഖ നിരോധോ പുണ്ണാതി വദാമി. ആസ്വാദനം നിൽക്കുന്ന സമയത്ത് ദുഃഖം നിരോധമാകുന്നു. അതാണ് പുണ്ണ ഞാൻ പറയുന്നത്. ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ള ഇന്ദ്രിയങ്ങളിലും. കാതിലിനാൽ കേൾക്കപ്പെടുന്ന ശബ്ദം, മൂക്കിനാൽ അറിയപ്പെടുന്ന ഗന്ധം, നാവിനാൽ അറിയപ്പെടുന്ന രസം, ശരീരത്താൽ അറിയപ്പെടുന്ന സ്പർശം, മനസ്സിനാൽ അറിയപ്പെടുന്ന ധർമ്മം, ഇതെല്ലാം ഇഷ്ടമുള്ളതാണ്, അനുകൂലമാണ്, ആഗ്രഹിക്കുന്നതാണ്, സന്തോഷമുണ്ടാക്കുന്നതാണ്, കാമത്തെ ഉണ്ടാക്കുന്നതാണ്, ഉത്തേജനമുണ്ടാകുന്നതാണ്. എന്നാൽ ഒരു ഭിക്ഷു ഇതിനെ അഭിനന്ദിക്കുന്നില്ല, സ്വാഗതം ചെയ്യുന്നില്ല, അതിൽ ആസക്തനാകുന്നില്ല എങ്കിൽ അതുമൂലം ആ വ്യക്തിയുടെ ആസ്വാദനം നിൽക്കുന്നു. ആസ്വാദനം ഇല്ലാതാകുന്ന സമയത്ത് ദുഃഖവും ഇല്ലാതാകുന്നു. ഇതാണ് ഞാൻ പറയുന്നത്. പുണ്ണ, ഇതാണ് എൻ്റെ സംക്ഷിപ്തമായിട്ടുള്ള ഉപദേശം. അതിനുശേഷം ഭഗവാൻ പുണ്ണൻ എവിടെയാണ് താമസിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ പുണ്ണൻ പറഞ്ഞു, സുണാപരന്ത എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്, രാജ്യത്തിലാണെന്ന് പറയുന്നു. അപ്പോൾ ഭഗവാൻ പറയുന്നു, സുണാപരന്തത്തിലെ രാജ്യത്തിലെ ജനങ്ങൾ അവർ വളരെ ക്രൂരരാണ് എന്ന് പറയുന്നു. എന്നാൽ പുണ്ണൻ എന്ന് പറയുന്ന ആ ഭിക്ഷു വളരെ ശാന്തനാണ്. അതിനാൽ ആയുഷ്മാൻ പുണ്ണൻ ആ രാജ്യത്ത് പോയിട്ട് വളരെ ശാന്തമായിട്ട് ജീവിച്ചു. ആദ്യത്തെ വർഷാവാസ കാലത്ത് തന്നെ 500 ഉപാസകന്മാരെയും 500 ഉപാസികമാരെയും അദ്ദേഹം നിർവ്വാണത്തിൽ കൊണ്ട് എത്തിച്ചു. അതുകൂടാതെ ആ വർഷാവാസ കാലത്ത് തന്നെ അദ്ദേഹത്തിന് 3 വിദ്യയും ഉണ്ടായി. അതിനുശേഷം കുറേ സമയങ്ങൾക്ക് ശേഷം അദ്ദേഹം ദേഹം ഉപേക്ഷിച്ചു. അപ്പോൾ ഒരുപാട് ഭിക്ഷുക്കൾ ഭഗവാന്റെ അടുത്ത് പോയി ഇങ്ങനെ പറഞ്ഞു, പുണ്ണൻ എന്ന് പറയുന്ന ആ ഭിക്ഷുവിനെ താങ്കൾ വളരെ സംക്ഷിപ്തമായിട്ട് ഉപദേശിച്ചു. അദ്ദേഹം ഇപ്പോൾ ശരീരം വിടിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പുനർജന്മം എവിടെയാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അദ്ദേഹം വളരെ പണ്ഡിതനാണ്, ധർമ്മത്തിനനുസരിച്ച് ജോലി ചെയ്തു, അദ്ദേഹം അർഹന്തനായി, ഇനി ഒരു പുനർജന്മവും ഇല്ല എന്ന് പറഞ്ഞു. ഇതാണ് ആ സൂത്രം. ഇത് വളരെ പ്രേരണാദായകമായിട്ടുള്ള സൂത്രമാണ്. അതിനെ വീണ്ടും വീണ്ടും കേട്ട് മനസ്സിൽ ഉറപ്പിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ 6 ഇന്ദ്രിയങ്ങളിൽ നമ്മൾ ആസക്തരാകുന്ന സമയത്താണ് നമ്മൾക്ക് പ്രശ്നമുണ്ടാകുന്നത്. ഈ കാര്യം ഈ സൂത്രത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സൂത്രം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേമാതിരി കൂടുതൽ സൂത്രങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കുറച്ച് സമയത്തേക്ക് നമ്മൾക്ക് പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.